ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭയിൽ ബിൽ പാസായത് 95-നെതിരെ 128 വോട്ടുകൾക്ക്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാലാണ് രാഷ്ട്രപതി ഭരണമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ഇന്ന് തായ്ലൻഡിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ ഇന്നും ചർച്ച തുടരും. ലോകകപ്പ് ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. 15ാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ഇന്നലെ രാജ്യസഭയിൽ 128 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ബിൽ പാസായത്. 12 മണിക്കൂർ നീണ്ട ചർച്ചയിൽ 95 പേർ ബില്ലിനെ എതിർത്തു. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. വഖഫ് സ്വത്തുകളിൽ കൈകടത്തുകയല്ല ബില്ലിന്റെ ലക്ഷ്യമെന്നും മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ട കോടിക്കണക്കിന് പേർക്ക് ബിൽ ഉപകാരപ്രദമാകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബില്ലിന്മേലുള്ള ചർച്ചയിൽ രാജ്യസഭയിൽ പറഞ്ഞു. വഖഫ് ബോർഡിൽ 3 പേർ മാത്രമേ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും ഉണ്ടാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. हमने जो नया प्रावधान लेके आए उसमें हर वक्फ बोर्ड में मुसलमानों में जो रिकॉग्नाइज्ड सेक्ट है सब मिलकर के वक्फ बनेगा. जो पिछड़े वर्ग है वो भी वक्फ बोर्ड में मेंबर होगा और आउट ऑफ 10 मुस्लिम्स 2 members minimum shall be women. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ബില്ലിനെ എതിർക്കുകയും ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിലെ എല്ലാ വ്യവസ്ഥകളോടും എതിർപ്പില്ലെന്നും ചില വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതായും ചിലതിനെ എതിർക്കുന്നതായും ജോസ് കെ മാണി MP. മുനമ്പം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ കോടതിയെ സമീപിക്കാമെന്ന വ്യവസ്ഥയോട് യോജിക്കുന്നതായും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. Sir, while I fully support the reforms aimed at preventing arbitrary land acquisition of Waqf Board, I strongly oppose provisions that allow non-Muslim members in Central Waqf Council and Waqf Board. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സാധിക്കുമെന്ന വാദം ശരിയല്ലെന്ന് നിയമമന്ത്രി P. രാജീവ്. ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ പാസായാൽ മുനമ്പം ഭൂമി വിഷയം പരിഹരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയമാണ് പാർലമെന്റിൽ വഖഫ് ചർച്ചയിൽ കണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായതിനെ തുടർന്ന് മുനമ്പത്ത് തീരദേശവാസികളുടെ സമരപന്തലിൽ ആഹ്ലാദ പ്രകടനം നടന്നു. ബില്ലിന് അംഗീകാരം ലഭിച്ചെന്ന വാർത്ത ഇന്ന് പുലർച്ചെ പുറത്തു വന്നതോടെ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും സമരക്കാർ അത് ആഘോഷമാക്കി മാറ്റി. എന്നാൽ തങ്ങളുടെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് അവർ അറിയിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. ഭരണഘടനയുടെ 356(1) അനുച്ഛേദം പ്രകാരം ഈ വർഷം ഫെബ്രുവരി 13-നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ മണിപ്പൂരിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാലാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അദ്ദേഹം തള്ളി. മുഖ്യമന്ത്രിയുടെ രാജിക്ക് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയും സർക്കാർ രൂപീകരണത്തിനായി മുന്നോട്ട് വന്നിട്ടില്ലെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ തീരദേശ മേഖലയിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ ലോക്സഭ പാസാക്കി. തീരദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ആഭ്യന്തര പങ്കാളിത്തം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ബിൽ ലക്ഷ്യമിടുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ ഷിപ്പിംഗ് മേഖല സുപ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. അതേസമയം എയർക്രാഫ്റ്റ് ഒബ്ജക്ട്സ് ബിൽ 2025-നും പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചു. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ഇന്ന് തായ്ലൻഡിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിവര സാങ്കേതിക വിദ്യ, കരകൌശല, കൈത്തറി, സമുദ്ര സുരക്ഷ തുടങ്ങിയവയിലെ സഹകരണത്തിന് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ ഇന്നലെ 6 കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്ത്യ തായ്ലൻഡ് പ്രധാനമന്ത്രിമാർ നടത്തിയ ഉഭയകക്ഷി ചർച്ചകളെ തുടർന്നാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി ഐ സ്റ്റാമ്പും തായ്ലൻഡ് പുറത്തിറക്കി.
എവറസ്റ്റ് കൊടുമുടിയിലും കാഞ്ചൻജംഗയിലും ഇന്ത്യ നേപ്പാൾ സേനകൾ നടത്തുന്ന സംയുക്ത അഭ്യാസം രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നേപ്പാൾ സേന മിലിറ്ററി ട്രെയിനിംഗ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ധ്രുബ പ്രകാശ് ഷായും പരിപാടിയിൽ സന്നിഹിതനായി. ലഫ്റ്റനന്റ് കേണൽ മനോജ് ജോഷി നയിക്കുന്ന ഇന്ത്യൻ കരസേനയുടെ എവറസ്റ്റ് ദൌത്യത്തിൽ 34 പേരാണുള്ളത്. കാഞ്ചൻജംഗ ദൌത്യത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമായി 12 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് കടന്നുവരാൻ ആഭ്യന്തര നിക്ഷേപകരോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2027 മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ 3ാമത്തെ വലിയ രാജ്യമാകാനാണ് ശ്രമമെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷവും നയങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2ാം പതിപ്പിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള 3000-ലധികം സ്റ്റാർട്ടപ്പുകളാണ് 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ ഇന്നും ചർച്ച തുടരും. ഇന്നലെ നടന്ന 3ാം വട്ട ചർച്ചയിൽ വേതന പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കമ്മീഷനെ നിയോഗിക്കുമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ടുവച്ചു. എന്നാൽ ആശമാർ നിർദ്ദേശം അംഗീകരിച്ചില്ല. അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ചർച്ച. 15ാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മേജർ ധ്യാൻചന്ദ് ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ടൂർണമെന്റ് ഈ മാസം 15-ന് സമാപിക്കും. ബോക്സിംഗ് ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങളായ മനീഷ് റാത്തോഡ്, ഹിതേഷ്, അഭിനാഷ് ജാംവാൾ എന്നിവർ സെമിയിൽ കടന്നു. ഇതോടെ ഇന്ത്യ 3 മെഡലുകൾ ഉറപ്പിച്ചു. സെമി ഫൈനലിൽ മനീഷ് കസാക്കിസ്ഥാൻ താരത്തെയും ഹിതേഷ് ഫ്രാൻസ് താരത്തെയും ജാംവാൾ ഇറ്റാലിയൻ താരത്തെയും നേരിടും. ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച എൻപ്രൌഡ് പദ്ധതിക്ക് കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഇതോടെ സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കുന്ന 2ാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഉള്ളിയേരി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലുമാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പുമായി ചേർന്നാണ് പദ്ധതി. സമഗ്രമായ പൈലറ്റ് സ്റ്റഡിക്ക് ശേഷം കേരളത്തിൽ മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കും. വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തും. മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുന്നിൽ പ്രത്യേക ശേഖരണ സംവിധാനങ്ങളും ഒരുക്കും. ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എൻപ്രൌഡ് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 18 മാസ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. CMRL കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തും. കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു. അതേസമയം വിശദാംശങ്ങൾ വന്ന ശേഷം മാത്രം പ്രതികരിക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മാനവസേവയാണ് ശരിയായ പ്രാർത്ഥനയെന്നും മനുഷ്യത്വമാണ് ഗീതയുടെ സാരമെന്നും ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖു ആലപ്പുഴ കലവൂർ മാരകുളങ്ങര ക്ഷേത്രത്തിൽ ആരംഭിച്ച അഖില ഭാരത ഭാഗവത മഹാസത്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ ഗ്രന്ഥസമർപ്പണം നടത്തി. കോഴിക്കോട് സാമൂതിരി KC ഉണ്ണിയനുജൻ രാജയുടെ ഭൌതികദേഹം ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാര കർമ്മങ്ങൾ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തമിഴ്നാട്ടിൽ നിന്നും KSRTC ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന 2.190 കിലോഗ്രാം കഞ്ചാവ് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. അഞ്ചൽ ഏരൂർ സ്വദേശി സജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. തെങ്കാശി തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭയിൽ ബിൽ പാസായത് 95-നെതിരെ 128 വോട്ടുകൾക്ക്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാലാണ് രാഷ്ട്രപതി ഭരണമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ഇന്ന് തായ്ലൻഡിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ ഇന്നും ചർച്ച തുടരും. ലോകകപ്പ് ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. 15ാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.